മായേ, ഇന്നലെ ഒരുപാട് നേരം ഹോസ്പിറ്റലിൽ പോയിട്ടും കുട്ടിയുടെ അസുഖം അതുപോലെ തന്നെ ഉണ്ടല്ലോടി. അതമ്മേ, ചുമയുടെ മരുന്ന് വാങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ടാ ചുമ മാത്രമേ ഉള്ളൂ. പനിയൊക്കെ അപ്പോഴേ മാറി. ഡാഡി, മരുന്ന് വാങ്ങുമ്പോൾ തന്നെ എല്ലാ അസുഖത്തിനുള്ള മരുന്നും വാങ്ങണ്ടേ? ചുമയുടേത് മാത്രം വിട്ടതെന്തിനാ? അതൊന്നും എനിക്കറിയത്തില്ല അമ്മേ. ഏട്ടനാണ് മരുന്നൊക്കെ വാങ്ങിയത്. വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാ ചുമയുടെ മരുന്നില്ലാത്ത വിവരം അറിഞ്ഞ തന്നെ ഏട്ടനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. അമ്മേ, ഏട്ടൻ വരാൻ ഒരുപാട് വൈകില്ലേ? നമുക്ക് ദേവേനും എൽസനും കൂടി ആ കടയിലേക്കൊന്ന് വിട്ടാലോ? മരുന്ന് വാങ്ങി പെട്ടെന്ന് വരാൻ പറയാം. ഇവിടെ അടുത്ത് തന്നെയല്ലേ കട. ഞാനിത് അങ്ങോട്ട് പറയാൻ നിൽക്കുമായിരുന്നു നിന്നോട്. ഇവളുമാരിവിടെ ഏതായാലും തിന്നും കുടിച്ചും കഴിയുമല്ലേ, അവരെ അങ്ങ് വിട്. അത് തന്നെയാണ് പ്രത്യേകം പറയാനുള്ളത്. വഴിയിൽ വെച്ച് കുസൃതിയൊക്കെ കാണിച്ച് ഓരോന്ന് ഒപ്പിച്ച് വെക്കരുത്. അയ്യയ്യോ, അതൊന്നും ഇവളുമാരോട് പ്രത്യേകം പറയണ്ട. ഇവിടെ കാണിച്ചു കൂട്ടുന്നത് കണ്ട് ഞാൻ മിണ്ടാതെ നിൽക്കുക. എൻ്റെ അമ്മേ. അമ്മ ഇങ്ങനെ അനങ്ങുന്നതിന് പിള്ളേരെ വഴക്ക് പറയല്ലേ അമ്മേ. ഏട്ടൻ എപ്പോഴും അമ്മയോട് ഇത് തന്നെയല്ലേ പറയാറ്. മരുന്ന് വാങ്ങാനുള്ള പൈസ കൊടുത്തേച്ച് ഞാനിത് ഇപ്പൊ വരാം. ദേവക്കുട്ടി, കുറച്ചു നേരം ഒന്ന് കാശിക്കുട്ടിനെ നോക്കിയേ. അവന് അവിടെ കൊണ്ടുവച്ചാൽ തന്നെ ഒന്നിനും സമ്മതിക്കില്ല. ദേ, ഒന്നിവനെ എടുത്തേടി. നല്ല കൊച്ചല്ലേ. നടക്കാറാകുമ്പോ ചേച്ചി കയ്യെ പിടിച്ചോണ്ട് കാശിക്കുട്ടനെ കൊണ്ടുവാ. കയ്യിൽ ചില്ലറയൊന്നും ഇല്ലല്ലോ കുട്ടികളെ. ദേ, ഇതേ ഉള്ളൂ. നിങ്ങൾ കാശ് കളഞ്ഞോണ്ട് വരുവോ? ശ്രദ്ധിച്ച് പിടിക്കണേ ദേവാ. പൈസ കളഞ്ഞാ പിന്നെ മരുന്ന് കിട്ടില്ല, അറിയാലോ. അതുകൊണ്ട് ശരിക്കും പിടിക്കണം. ഞങ്ങള് കളയില്ല അമ്മേ. ഞാൻ ശ്രദ്ധിച്ച് പിടിക്കും പൈസ. ബാക്കിയുള്ള പൈസനോണ്ട് ഞങ്ങള് മിഠായി വാങ്ങട്ടെ അമ്മേ. അതൊക്കെ ശരി. കളയാതെ മരുന്ന് വാങ്ങി വരുമ്പോ 2 മിഠായി 2 പേരും വാങ്ങിക്കൊണ്ടു. ബാക്കി പൈസ കളയാതെ അമ്മയുടെ അടുത്ത് കൊണ്ടുതരണം. സമ്മതിച്ചോ?